Hello guys, welcome back to my YouTube channel. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വെൻ ഐ ഹാവ് വർക്ക് ആണ് കാണിക്കുന്നത്. സോ വർക്കിന് പോകാൻ വേണ്ടിയാണ് ഞാൻ ഈ രാവിലെ തന്നെ ഈ തണുപ്പത്ത് ഒരുങ്ങി ഇറങ്ങിയത്. ആൻഡ് -7 ഡിഗ്രി ആണെന്ന്. എസ്പാൻ എടുത്താൽ എനിക്കൊരു 20-25 മിനിറ്റ്സിൽ എൻ്റെ ഓഫീസിൽ എത്താം. എസ്പാൻസ് എന്ന് പറഞ്ഞാൽ ലോക്കൽ ട്രെയിൻസ് ആണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ലേറ്റായേ വരുള്ളൂ. ആൻഡ് എല്ലാ സ്റ്റോപ്പിലും നിർത്തി പയ്യെ പോവും. എന്തായാലും ഞാൻ ഓൾമോസ്റ്റ് ഓൺ ടൈം എൻ്റെ ഓഫീസിലെത്തി. പിന്നെ ലിഫ്റ്റ് കയറി എങ്ങനെയാണ് സെൽഫി ഒന്നും എടുക്കാതെ ഇറങ്ങുക? ഓരോരോ കീഴ്വഴക്കങ്ങളെ നമ്മൾ തെറ്റിക്കണ്ട. അപ്പോൾ ഇതാണ് എൻ്റെ വർക്ക് സ്പേസ്. കുറേ പണി ഉണ്ടായിരുന്നു, അതുകൊണ്ട് ലഞ്ച് ബ്രേക്ക് ആയതൊന്നും അറിഞ്ഞില്ല. ലഞ്ചിന് ഞാൻ റൈസ് നൂഡിൽസ് വിത്ത് എഗ്സ് ആണ് കഴിക്കുന്നത്. കൊള്ളായിരുന്നു. അങ്ങനെ വീണ്ടും ബാക്ക് ടു വർക്ക്. ഇന്ന് അത്യാവശ്യം പണി ഉണ്ടായിരുന്നു. ആൻഡ് വർക്ക് ചെയ്യുന്നൊന്നും ഞാൻ റെക്കോർഡ് ചെയ്തിട്ടില്ല, കാരണം പണിയെടുക്കണമല്ലോ അപ്പം. സോ ഇന്നത്തെ വർക്കിംഗ് ആവേഴ്സൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിൽ പോവാണ്. നല്ല വിശപ്പുണ്ട്, വിശന്നിട്ട് കണ്ണ് കാണാൻ വയ്യ. എന്നാലും ലിഫ്റ്റിൽ നിന്ന് ഫോട്ടോ മുഖ്യം. ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു 7 to 10 മിനിറ്റ്സ് നടന്നാൽ വീണ്ടും നമ്മൾ രാവിലെ വന്ന പോലെ എസ്പാൻ സ്റ്റേഷനിലെത്തും. അവിടുന്ന് S1 ട്രെയിൻ എടുത്താൽ എനിക്ക് എൻ്റെ വീട്ടിലെത്താം. സോ പെട്ടെന്ന് നടന്ന് ട്രെയിൻ സ്റ്റേഷനിലെത്തി. ഞാൻ എസ്പാൻ ഓൺ ടൈം ആയിരുന്നു. രാവിലെ കുറേ കുറ്റം പറഞ്ഞുകൊണ്ടാണോ എന്നറിയില്ല, എന്തായാലും കറക്റ്റ് സമയത്ത് വന്നു. ഞാൻ എൻ്റെ സ്റ്റോപ്പിൽ ഇറങ്ങി. അവിടേക്കാണ് ബസ് നിർത്തിയിടായിരുന്നു. ഓ മൈ ഗോഡ്, ആ കാണുന്നതാണ് എൻ്റെ ബസ് പോയി ഗൈസ്. ഇനിയിപ്പോൾ ബസ് കാത്തു നിൽക്കണോ അതോ നടക്കണോ എന്നുള്ള കൺഫ്യൂഷനിലാണ് ഞാൻ. അപ്പം ഒരു ബസ് വന്നു. എന്തായാലും സമയം തെറ്റി വന്ന ബസ്സാണ്. എനിക്ക് ലാഭമായി, നടക്കേണ്ടി വന്നില്ലല്ലോ. ഒരു സ്റ്റോപ്പേ ഉള്ളെങ്കിലും അത്യാവശ്യം 1 കിലോമീറ്ററിൽ കൂടുതലുണ്ടാവും എൻ്റെ വീട്ടിലേക്കുള്ള ദൂരം ഈ ബസ്സിന്. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞാൽ ഒരു ശകലം കൂടെ നടക്കണം ഡോം എത്താൻ വേണ്ടി. എപ്പോഴും നടക്കുമ്പോൾ ഞാൻ എൻ്റെ ഇന്ത്യയിലെ സുവർണ്ണകാലം അങ്ങ് ചിന്തിച്ചു പോവും ഗൈസ്. ബൈക്കിന് ബൈക്ക്, കാറിന് കാറ്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ആരെങ്കിലും കൂട്ടാനെങ്കിലും വന്നേനെ. ഇത്രയും നടക്കേണ്ടി വന്നിട്ടില്ല എന്തായാലും. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് നല്ലതാണ്, അഫോർഡബിളും ആണ്. അങ്ങനെ ഞാൻ വീടെത്തി. നല്ല വിശപ്പുണ്ട്, അതുകൊണ്ട് ഞാൻ ഡ്രസ്സ് പോലും മാറ്റാതെ പെട്ടെന്ന് തന്നെ ഭക്ഷണം ചൂടായി കഴിക്കാനാണ് എൻ്റെ പ്ലാൻ. വിശന്നിട്ട് വയ്യ. ഇന്നലെ ഉണ്ടാക്കി വെച്ച റൈസ്, സാഡിൻ ആൻഡ് കോളിഫ്ലവർ ആണ് ഫുഡ്. നൈസായിരുന്നു, ടേസ്റ്റ് ഉണ്ട്. വിശന്നിട്ടാണോ എന്നറിയില്ല, കൊള്ളാം. ഞാനൊരു അടിപൊളി ഷെഫായി മാറിയിരിക്കുന്നു ഗൈസ് ഇവിടെ വന്നതിന് ശേഷം. ഇനി നെക്സ്റ്റ് പരിപാടി ജിമ്മിൽ പോകാൻ വേണ്ടി റെഡി ആവാണ്. അതിന് വേണ്ടി ഡ്രസ്സൊക്കെ മാറ്റി മുടിയൊക്കെ നല്ലോണം കെട്ടി. എനിക്ക് അധികം ഹെയർ സ്റ്റൈൽസ് ഒന്നും അറിയാത്തതുകൊണ്ട് ഞാൻ ചുമ്മാ ബ്രെയ്ഡ് ചെയ്തിട്ടാണ് ഞാൻ ജിമ്മിൽ പോവാറ്. പിന്നെ ജിം ബാഗ് റെഡി ആക്കണം. വാട്ടർ ബോട്ടിലും ഷൂസും അങ്ങനെ ടവലൊക്കെ വെച്ച് ഫുൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ. പക്ഷെ ഇങ്ങനെ പോയാൽ തണുത്ത് ചാവുന്നതും കൊണ്ട് ഞാൻ ഹെഡ്സെറ്റും ജാക്കറ്റൊക്കെ ഇട്ട് നല്ല സേഫ് ആയിട്ടാണ് ഞാൻ പോകുന്നത്. ഇനി ജിമ്മിലേക്കൊരു നടത്തം, അത് നിർബന്ധമാണ്. യൂഷ്വലി അതാണ് എൻ്റെ പ്രീ വർക്കൗട്ട്. നമുക്ക് ഇവിടുന്ന് ജിമ്മിലേക്ക് നിയർലി 1 കിലോമീറ്ററാണ് നടക്കാനുള്ളത്. പിന്നെ വർക്കൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ അടിച്ച് ഒരു ഈവനിങ് വർക്ക്, പ്രീ വർക്കൗട്ടെന്നും പറയാം. നൈസാണ്. ആ ദൂരെ കാണുന്നതാണ് എൻ്റെ ജിമ്മിൽ പോകാൻ തുടങ്ങിയിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല. ഓൾമോസ്റ്റ് ഒരു ഡിസംബർ എൻഡിലൊക്കെയാണ് ഞാൻ ഈ റുട്ടീൻ തുടങ്ങിയത്. പക്ഷേ നൈസാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒടുക്കത്തെ മോട്ടിവേഷനാണ് ഇപ്പം മസിലുണ്ടാക്കാൻ വേണ്ടി. എത്ര നാളുണ്ടാവുമോ ആവോ. ജർമ്മനിയിൽ യൂഷ്വലി സ്റ്റുഡൻസിന് ജിമ്മിൽ ചെറിയ ഡിസ്കൗണ്ടൊക്കെ കിട്ടും. അല്ലെങ്കിൽ നമ്മുടെ കമ്പനീസും ചിലപ്പം ജിം ഫീസിൻ്റെ ഒരു ഹാഫൊക്കെ പേ ചെയ്യും. ഇനിയിപ്പോൾ ഡ്രസ്സൊക്കെ മാറ്റി റെഡി ആയിട്ട് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി പോകണം. സോ ഐ എം ഗെറ്റിംഗ് റെഡി ഗൈസ്. ഇവിടെ ഇങ്ങനെ ലോക്കേഴ്സ് ഉണ്ടാവും, നമ്മുടെ ബിലോങ്ങിങ്സ് ഒക്കെ ഇവിടെ വയ്ക്കാം. ആൻഡ് ഷൂ നമ്മൾ മാറ്റണം. പുറത്തിട്ട ഷൂ ജിമ്മിൻ്റെ അകത്ത് ഇടാൻ പാടില്ല. അങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റി. പിന്നെ ഞാൻ വേറൊരു സൂത്രം കാണിച്ചു തരാം ഇവിടെ ഉള്ളത്. ഈ സാധനം എന്താണെന്ന് വെച്ചാൽ സാധാരണ ഹാൻഡ് ഡ്രൈ ചെയ്യാനുള്ളൊരു ഇതാണ്. ഇതൊരു ക്ലോത്ത് ആണ്, പക്ഷെ നമ്മൾ കൈ കഴുകി കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലി അകത്തേക്ക് പോയി ക്ലീൻ ആവും. ഐശ്വര്യമായിട്ട് വെയിറ്റ് നോക്കിയിട്ട് തുടങ്ങാം. എനിക്ക് മെയിൻലി കുറച്ച് വെയിറ്റ് ഗെയിൻ ചെയ്യുക, കുറച്ച് കോർ സ്ട്രെങ്ത് കൂട്ടുക, അതൊക്കെയാണ് ആവശ്യം. സോ ഐ സ്റ്റാർട്ടഡ് വിത്ത് ലാറ്ററൽ റേസ് മെഷീൻ. വലിയ സുഖമൊന്നും തോന്നിയില്ല, കുറച്ച് കഷ്ടപ്പാടുണ്ടായി ഇത് പൊക്കാൻ. പിന്നെ ആദ്യമായിട്ടല്ലേ, ശീലമായിക്കോളും എന്നുള്ളൊരു ഇതിൽ ഞാൻ ആവേശത്തിൽ ചെയ്യുന്നുണ്ട്. യൂഷ്വലി എല്ലാ എക്സസൈസും ഞാനൊരു 3 reps ആണ് ചെയ്യാറ്. നെക്സ്റ്റ് സപ്പോർട്ടഡ് മെഷീൻ സ്ക്വാട്ടാണ്. ഇതെനിക്ക് ഇഷ്ടമുള്ള എക്സസൈസാണ് ആൻഡ് അത്യാവശ്യം നന്നായി ചെയ്യാറുണ്ട്. ഇനി കഷ്ടപ്പെട്ട് ഞാൻ താഴോട്ടേക്ക് വലിക്കാൻ ശ്രമിക്കുന്നതാണ് ലാറ്ററൽ പുൾ ഡൗൺ മെഷീൻ. കുറച്ച് പാടാണിത്. ഞാൻ ഇടയ്ക്ക് പൊങ്ങിപ്പോകുമെന്ന് തന്നെ ഞാൻ വിചാരിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ ലെഗ് പ്രസ് ചെയ്തു. ഇതും എനിക്ക് അത്യാവശ്യം ഇഷ്ടമാണ്. എനിക്കെന്താ അറിയില്ല, ലെഗിൻ്റെ എക്സസൈസൊക്കെ കുറച്ചുകൂടെ ഇഷ്ടമാണ്. നൈസാണ് ചെയ്യാൻ.
പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണല്ലോ വേദനയൊക്കെ. പിന്നെ ഇതിൻ്റെ ബിറ്റ്വീനിലൊക്കെ ഞാൻ റെസ്റ്റ് എടുക്കാറുണ്ട് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നടന്ന് മിററൊക്കെ നോക്കി അങ്ങനെ എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്നൊക്കെ അപ്പം തന്നെ ഞാൻ നോക്കും. പക്ഷേ ഒന്നുമില്ല ഗൈസ്. ഇനി അസിസ്റ്റഡ് ഡിപ്സാണ് ചെയ്യുന്നത്. അത് ഞാനൊരു 3 റെപ്പൊക്കെ ചെയ്തു. വലിയ സുഖം ഉണ്ടായില്ല. ഇതെനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല. എന്നാലും ചെയ്യന്നെ, എന്തെങ്കിലും മാറ്റമൊക്കെ വന്നാലോ. ഒരു 3-4 മേ ബി വേണ്ട, ഒരു 6 മാസം കഴിഞ്ഞിട്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഗൈസ്. ഓ മൈ ഗോഡ്, കുറച്ച് കഷ്ടപ്പാടായിരുന്നു, പൊങ്ങുന്നില്ല അങ്ങ്. അത് കഴിഞ്ഞ് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് ഞാൻ അസിസ്റ്റഡ് പുള്ളപ്പും കൂടെ ചെയ്തു. എന്തോ ഒരു എക്സസൈസാണെന്നൊന്നും വിചാരിക്കണ്ട. ആദ്യത്തെ ഒരു ആവേശമാണ്, എല്ലാം ചെയ്യാനുള്ളൊരു ത്വര എനിക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ. പിന്നെ ഞാൻ സ്ട്രോങ് എന്ന് പറഞ്ഞൊരു ആപ്പിൽ ഇതെല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ടായി, ഏതൊക്കെ വർക്കൗട്ടാണ് ചെയ്തത് ഓരോരോ ദിവസം അങ്ങനെ. അപ്പം അതും എനിക്കൊരു മോട്ടിവേഷനായിരുന്നു അടുത്ത എക്സസൈസ് ചെയ്യാൻ. സോ ജിമ്മിൽ പോകുന്നവർക്ക് സ്ട്രോങ് എന്ന് പറഞ്ഞ ആപ്പ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. അങ്ങനെ ഇന്നത്തെ വർക്കൗട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഡ്രസ്സൊക്കെ മാറ്റി വീട്ടിൽ പോകണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല തണുപ്പായതുകൊണ്ട് നമുക്ക് ഈ ഡ്രസ്സിൽ തന്നെ വീട്ടിൽ പോകാൻ പറ്റില്ല, ഡ്രസ്സൊക്കെ മാറ്റണം. സോ അതൊക്കെ സെറ്റാക്കി. പിന്നെ കണ്ണാടിയിൽ നോക്കി എൻ്റെ യൂഷ്വൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അത് കഴിഞ്ഞ് വീട്ടിൽ പോകാൻ റെഡിയായി. ഓക്കെ, ഇനി നാളെ ജിമ്മിൽ വീണ്ടും വരണം. അയ്യോ, സ്റ്റെപ്പ് ഇറങ്ങാൻ വയ്യ ഗൈസ്. എന്തിനാണോ ജിമ്മൊക്കെ ഏറ്റവും മുകളിലത്തെ ഫ്ലോറിൽ കൊണ്ടുപോയി വെക്കുന്നത്? ഇനി എന്നുള്ള പോലെ പ്രോട്ടീൻ ഡ്രിങ്ക്, അതും മുഖ്യം. പക്ഷേ എൻ്റെ എക്സ്പ്രഷൻ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, ഭയങ്കര ടേസ്റ്റായിരുന്നു. തിരിച്ച് ഞാൻ വീണ്ടും നടന്നെൻ്റെ ഡോമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഓവറോൾ നോക്കുമ്പോൾ ഒരു നൈസ് പ്രൊഡക്റ്റീവ് ഡേ ആയിരുന്നു. ജോലിക്ക് പോയി വന്ന് ഫുഡ് കഴിച്ച് പിന്നെ ജിമ്മിലൊക്കെ പോയി ഞാൻ നല്ല ഹാപ്പിയാണ് എന്തായാലും. പക്ഷെ ടയേർഡുമാണ്. അങ്ങനെ റൂമിൽ തിരിച്ചെത്തി ഒന്ന് കിടന്നാൽ മതി. പെട്ടെന്ന് തന്നെ ഡ്രസ്സ് മാറ്റി ഞാൻ അങ്ങ് നിദ്രയിലാണ്ടു ഗൈസ്. ബൈ ബൈ. അപ്പോൾ ഇനി അടുത്ത വ്ളോഗുമായിട്ട് വീണ്ടും കാണാം. ബൈ.